എന്തൊരു വരക്കായിരുന്നു. മലപ്പുറം കത്തി, വടിവാള് എല്ലാം പോയി. ഗോളി സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച് കയറ്റിയ പോലെ ആയി. ഇനി പോയി കിടന്നുറങ്ങാല്ലേ? വാ. എന്റെ ദേവി, ഞാൻ ഈ മുറിക്കകത്തായി പോയല്ലോ. അല്ലെങ്കിൽ നന്ദന മേഡത്തിന്റെ വീട്ടിൽ പോയി കാല് പിടിച്ചെങ്കിലും കൂട്ടിക്കൊണ്ടു വരായിരുന്നു. മുമ്പൊരിക്കൽ ജീവൻ വരെ കൊടുക്കാന്ന് പറഞ്ഞിട്ടാ അനിയും കുഞ്ഞും നന്ദനയും തമ്മിലുള്ള കല്യാണം പോലും നടന്നത്. എന്റെ ദേവി, ഈ റൂമിലായി പോയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. അഖിലേ, കൃഷ്ണേട്ടാ, എനിക്കെന്തോ മനസ്സിനൊരു വല്ലാത്ത ഭയം പോലെ. അതിനൊരു കാരണമേ ഉള്ളൂ. ഇന്ന് മഹേശ്വരിയുടെ പല ചോദ്യങ്ങൾക്കും അഖിലയ്ക്ക് ഉത്തരവില്ലായിരുന്നു. കൃഷ്ണേട്ടാ, കുറ്റപ്പെടുത്തുകയാണോ എന്നെ? കുറ്റപ്പെടുത്തിയതല്ല. മഹേശ്വരിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള നിന്റെ മൗനം പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തി. പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു കൃഷ്ണേട്ടാ? ഇത് കുടുംബം. ഞാൻ എതിർത്താൽ അത് തർക്കമാവും, ചിരിച്ചാൽ അത് പരിഹാസമായി, കരഞ്ഞാൽ അത് വലിയ തോൽവിയായി. അപ്പൊ മൗനമല്ലേ കൃഷ്ണേട്ടാ നല്ലത്? കൗതുകം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന കളിപ്പാട്ടമായി ബന്ധങ്ങളെ കാണാനാവില്ല എനിക്ക്. അങ്ങനെയെങ്കിൽ മഹേശ്വരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായിരുന്നു അഖിലേ നിനക്ക്? ഞാനോ കൃഷ്ണേട്ടനോ നന്ദനയോട് മോശമായിട്ടൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് പിറക്കാതെ പോയ മോളെപ്പോലെയല്ലേ അവളെ കണ്ടത്. നമ്മുടെ അരവിന്ദിനെയല്ലേ നമ്മൾ പലപ്പോഴും അവളുടെ സൈഡിൽ നിന്ന് കുറ്റപ്പെടുത്താറുള്ളത്. എന്നിട്ടും അവള്... അഖിലേ, വേണ്ട. മഹേശ്വരിയുടെ ഭാഗത്താ ശരി. നന്ദന അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നമ്മൾ അവളെ തടയണമായിരുന്നു. അതുകൊണ്ട് മഹേശ്വരി ചോദിച്ചതുപോലെ നന്ദന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നമ്മൾ അവരെ വിളിച്ചറിയിക്കെങ്കിലും വേണമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് അവിടെ എത്തിച്ചേർന്നുവെന്നെങ്കിലും തിരക്കണമായിരുന്നു. കൃഷ്ണേട്ടാ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഖിലാണ്ടേശ്വരിക്ക് ഈ ആകാശത്തിന് കീഴിൽ ഏറ്റവും വിലപ്പെട്ടത് എന്റെ കൃഷ്ണേട്ടനാ. ആ നിങ്ങളെ അവഹേളിച്ചിട്ട് പോയവളെ ഞാൻ തിരികെ വിളിക്കണം. അഖിലേ, അവള് കുട്ടിയല്ലേ. അപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥയാ അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. അത് അങ്ങനെ കണ്ടാ മതി. അങ്ങനെ കണ്ടിട്ടുള്ളൂ കൃഷ്ണേട്ടാ. എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അരവിന്ദും നന്ദനയും തമ്മിൽ ദാമ്പത്യ ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ അവള് പ്രഗ്നന്റ് ആണെന്ന് നമ്മുടെ മുമ്പിൽ അഭിനയിച്ചതോ? അതെന്തിനായിരുന്നു? നമ്മളെ കോമാളികളാക്കുമായിരുന്നു അല്ലേ? അഖിലേ, മതി. എനിക്കെന്തോ ഒരു അസ്വസ്ഥത. അല്പം വെള്ളം വേണം. കൃഷ്ണേട്ടാ, എന്തു പറ്റി? ഡോക്ടറെ വിളിക്കണോ? അതിന്റെ ഒന്നും കാര്യമില്ല. ചെറിയൊരു തലവേദന രാവിലെ തുടങ്ങിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മാറാവുന്നേ. നീ കുറച്ച് വെള്ളവും ആ ടാബ്ലറ്റും കിടക്കും. നല്ല ചൂടുണ്ട്, ഡോക്ടറെ വിളിക്കാം. വേണ്ടെങ്കിലേ, എനിക്കൊന്നുമില്ല. നീ ആ ടാബ്ലറ്റും കിടക്കുക. ചെല്ലേ. കൃഷ്ണേട്ടൻ അല്പനേരം കിടക്ക്. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോ തലവേദന മാറും.
കല്യാണി, നീ ഇതെടുത്ത് കഴിക്ക, എനിക്കൊന്ന് ഫ്രഷ് ആവണം. എന്താ കഴിക്കാത്തെ? എന്തുപറ്റി? എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? ഓ, ദാസേട്ടനെ അനിയൻകുട്ടനെ കുറിച്ച് ആലോചിച്ചായിരിക്കും. അതല്ല വലിയ കുഞ്ഞെ. പിന്നെ ഇന്ന് നന്ദന മാഡത്തിന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. ആ, നന്നായി. ഞാൻ ആന്റിയെ അങ്ങോട്ട് പോയി കണ്ട് സംസാരിക്കാനിരുന്നതാ. എനിക്ക് ആദ്യമേ അറിയായിരുന്നു 2 ദിവസം പരസ്പരം കാണാതിരുന്നാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അരവിന്ദും നന്ദനയും തമ്മിലെന്ന്. അതേ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം വലിയ കുഞ്ഞ് പിന്നീട് അറിഞ്ഞായിരുന്നോ? ഇല്ല. സത്യം പറഞ്ഞ ഈ റൂമിൽ താമസിക്കുന്ന നിന്നെക്കുറിച്ച് മാത്രമേ ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ അത് വെറും ഒരു സൗന്ദര്യപ്പിണക്കം മാത്രമായിരിക്കും. അല്ല വലിയ കുഞ്ഞെ, വലിയ കുഞ്ഞ് കരുതുന്ന പോലെ അങ്ങനെയല്ല കാര്യങ്ങള്. പിന്നെ വലിയ കുഞ്ഞെ, ഇവിടെ വലിയ തർക്കമായിരുന്നു. പരസ്പരമുള്ള പഴിചാരലുകൾ, വെല്ലുവിളികൾ. ആ സമയത്ത് ഇവിടെ അമ്മയും അച്ഛനും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അനിയും കുഞ്ഞും മഹേശ്വരി മേഡം തമ്മിൽ വലിയ തർക്കമായി. അതെ വലിയ കുഞ്ഞെ, മഹേശ്വരി മേഡം എല്ലാരെയും ആക്ഷേപിച്ചിട്ട് ഇറങ്ങിപ്പോയത്. കോടതിയിൽ കേസ് കൊടുക്കുമെന്നും പറഞ്ഞു. വലിയ കുഞ്ഞ് ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മൾ മടങ്ങി വരുന്ന വഴിയില് ഈ പരമ്പരാഗത മാലയുടെ കൊളുത്തിളകി കാറിൽ വീണ് കിടന്നത്. അതൊരു സൂചനയായിരുന്നു. തൃച്ചംബരത്ത് വരാൻ പോകുന്ന ദുർനിമിത്തത്തിന്റെ മുന്നറിയിപ്പ്. നീ വാതിലടച്ചേക്ക്. ഞാൻ അമ്മയും അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. അഖിലേ, കൃഷ്ണേട്ടാ. അത് ശരി. എന്റെ തലവേദന മാറ്റിയിട്ട് നീ ഇങ്ങനെ മനോവേദന അനുഭവിച്ചിരിക്കുകയാണോ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കൃഷ്ണേട്ടാ. ആ അമ്മേ. ആനന്ദ്, നീ ഇന്ന് വൈകിയോ? ആ, കുറച്ച്. ഇന്ന് മഹേശ്വരി ആന്റി വന്നിരുന്നു ഇവിടെ. എന്തായിരുന്നു പ്രശ്നം? ഇരിക്കെ, പറയാം മോനെ. ഇതെന്താ ബ്രോ, അവാർഡ് സിനിമയോ? എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നോ? അരവിന്ദ്, നിനക്കറിയാലോ
നമ്മളെ സംബന്ധിച്ച് എല്ലാത്തിലും വലുത് തൃച്ചംബരത്തിന്റെ അന്തസ്. അത് സംരക്ഷിച്ചേ പറ്റൂ. അതെന്താ ബ്രോ, തൃച്ചംബരത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിന് ചേരാത്ത വിധത്തിൽ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചോ? നന്ദനയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ബ്രോയുടെ പതിവില്ലാത്ത മൗനത്തിൽ നിന്ന് തന്നെ ഞാൻ ഊഹിച്ചു ഇതായിരിക്കും ബ്രോയ്ക്ക് എന്നോട് സംസാരിക്കാനുള്ളതെന്ന്. നന്ദനയുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനിച്ചു എന്നല്ലേ ബ്രോയ്ക്ക് അറിയേണ്ടത്? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ തൽക്കാലം. അവളെ അങ്ങ് മറക്കുക. ഇനിയൊരു തിരിച്ചറിവുണ്ടായാലും എനിക്ക് യോജിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതാ അവളുടെ കാര്യത്തിൽ എൻ്റെ തീരുമാനം. അരവിന്ദ്, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ നീ ഇതൊന്നും അത്ര സിമ്പിളായിട്ട് എടുക്കല്ലേ. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അത് പരിഹരിക്കുന്നതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ സൂര്യപ്രകാശം പരക്കുന്നത് വരെ ഇരുട്ടിന് ആയുസുള്ളൂ എന്ന് പറയുന്നത് പോലെ. സമ്മതിക്കുന്നു ബ്രോ. കുടുംബം കുട്ടിക്കളിയല്ല, അറിയാം. അതുപോലെ കുടുംബനാഥൻ കുട്ടിക്കോമാളിയല്ല. ഈ വീട്ടിലെ കുടുംബനാഥനായ അച്ഛനെ ധിക്കരിച്ചിറങ്ങിപ്പോയതാ അവള്. അവനാള് ശരിയല്ല, അവളാള് ശരിയല്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതിൻ്റെ ഇടയിലേ അവളാള് ശരിയാണോന്നേ അവൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ അച്ഛനെ കൊച്ചാക്കി ഇറങ്ങിപ്പോയ അവളെ താലപ്പൊലിയായി എതിരേൽക്കാൻ തക്ക വിശാല മനസ്കതയൊന്നും എനിക്കില്ല. ബ്രോയ്ക്ക് അമ്മ വലുതാണെങ്കിലേ എനിക്കൊരല്പം സ്നേഹം കൂടുതൽ അച്ഛനോടാണെന്ന് കരുതിയാൽ മതി. അരവിന്ദ്, നിനക്ക് ഈ കാര്യത്തിൽ പല തെറ്റും പറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഒരിക്കലും താലി കെട്ടിയ പെണ്ണിനോട് എന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എനിക്കൊരു കുടുംബജീവിതമെന്ന് നിബന്ധന വയ്ക്കരുതായിരുന്നു. ഓഹോ, അതാണ് ബ്രോ പറയുന്ന തെറ്റെങ്കിലേ എനിക്കത് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല ബ്രോ. തെറ്റാവില്ലായിരുന്നു. ഈ നിബന്ധന നീ താലി കെട്ടുന്നതിന് മുൻപ് വെച്ചിരുന്നെങ്കിൽ. ബ്രോ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ബ്രോയുടെ എന്റെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് നടത്താനല്ലായിരുന്നു തീരുമാനം. ബ്രോയുടെ കല്യാണം എങ്ങനെ മുടങ്ങിപ്പോന്ന് കരുതിയൊന്നുമില്ലല്ലോ. ഒരേ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങിപ്പോയപ്പോ അതും സ്വന്തം ജ്യേഷ്ഠന്റെ. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ബ്രോ. മറിച്ച് ഇതൊരു മഹാത്യാഗമല്ല. ഏതൊരു കൂടപ്പറപ്പും ചിന്തിച്ചു പോകുന്നതേ ഞാനും ചിന്തിച്ചുള്ളൂ. പക്ഷെ അത് നിന്റെ മാത്രം ചിന്താഗതിയാ. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുന്ന വീട്ടുകാർക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ ഒന്നും മുന്നിൽ കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റില്ല പലപ്പോഴും. എന്റെ അഭിപ്രായം ഞാൻ പറയാം. നീ പോയി അവളെ വിളിക്കണം. ഇല്ല ബ്രോയ്ക്കറിയാലോ, എന്റെ ബ്രോ പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ ഇതുവരെ കേൾക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഇതിനെന്നെ നിർബന്ധിക്കല്ലേ ബ്രോ. എനിക്കുണ്ട് ബ്രോ ചില മോഹങ്ങളൊക്കെ. അതൊന്നും തൃച്ചംബരത്ത് ആരും ഇന്നേ വരെ ചോദിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. അതിലൊരു മോഹം ഞാനിപ്പോ ബ്രോയോട് പറയാം. ഈ തൃച്ചംബരം തറവാട്ടിൽ ആദ്യം ഓടി നടക്കാനുള്ളത് എന്റെ ബ്രോയുടെ കുഞ്ഞാ. ആ കുഞ്ഞിന്റെ ഇളയച്ച എന്നൊരു വിളി കേട്ടിട്ട് മതി എനിക്കൊരു കുഞ്ഞ്. ഇതെന്റെ വെറും ഒരു മോഹം മാത്രമൊന്നുമല്ല, ഇതെന്റെ ഉറച്ച തീരുമാനം കൂടിയാ. ഗംഗേ, ഡാൻസ് കോമ്പറ്റീഷൻ അടുത്തു. ടെൻഷനൊന്നുമില്ലല്ലോ? ഇല്ല ആന്റി, ഇനിയുള്ള ദിവസങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കളിക്കാൻ പറ്റും. ആ കല്യാണി എന്തായോ എന്തോ കഷ്ടം. അവളാ ഡാൻസ് സ്കൂളിൽ പോയി കിടന്ന് വെള്ളം കുടിക്കുകയായിരിക്കും. ഏതായാലും അവളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ പാചകം പോലെയല്ല നൃത്തകല എന്നവൾക്ക് മനസ്സിലായി കാണും. അഖിലേന്ത്യ വരുന്നുണ്ട്. അരവിന്ദും ആനന്ദും ഇറങ്ങിയില്ലേ? ഞങ്ങൾ എത്തിയമ്മേ.
ആ ഗംഗ, ആന്റി. ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞങ്ങൾ 3 പേരും ഇറങ്ങുക. മീറ്റിംഗ് കഴിയാൻ ഒരു 2-3 മണിക്കൂർ ഏതായാലും എടുക്കും. ഓക്കെ ആന്റി. ആ, കോൺഫറൻസ് ഹാളിൽ ചിലപ്പോൾ മൊബൈൽ ജാമർ കാണും. അതുകൊണ്ട് മിക്കവാറും ഞങ്ങളെ ആരെയും വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓഫീസ് റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞാൽ അവരറിയിക്കും. കുഴപ്പമില്ല ആന്റി, ഞാൻ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാവും. ഗുഡ്. സുജാത മാഡം, ആ, കൃഷ്ണേട്ടന് ചെറിയൊരു തലവേദന ആയതുകൊണ്ട് റൂമിൽ റെസ്റ്റ് ചെയ്യുക. കുറച്ച് ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുക. ശരി മാഡം. ആരും അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യണ്ട. നല്ല റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് പോവാം. ശരി, പോവാം. ജയന്തി, വാ, ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാന്ന് നോക്കാം. എനിക്ക് ചിക്കൻ ടിക്ക വേണം ആന്റി. പറഞ്ഞ ഗംഗ, ഇന്ന് തൃച്ചംബരത്ത് അഖിലയും ആനന്ദോ അരവിന്ദോ ഇല്ല. ഒരു അർജന്റ് മീറ്റിംഗിന് പോയി. ഫോൺ ജാമറുള്ള ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത് അത്ര. അതും ഏകദേശം 3 മണിക്കൂറോളം വരും. ഇത് ഗംഗയുടെ ശബ്ദമാണല്ലോ. 3 പേര് മീറ്റിംഗിന് പോയെന്നൊക്കെ ഇത് ആരോടായിരിക്കും പറയണേ? ശിവരാമൻ മാത്രം റൂമിലെ തലവേദന കാരണം റെസ്റ്റ് എടുക്കാം. ആരും ശല്യം ഉണ്ടാക്കരുതെന്ന് അഖിലാണ്ടേശ്വരിയുടെ ഓർഡർ. കൊള്ളാം, പറ്റിയ സാഹചര്യം. ഇതുപോലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളാണ് പലപ്പോഴും ചിന്തകളെ വഴിതെറ്റിക്കുന്നത്, അവസാനം വേഗത്തിൽ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ആത്മബന്ധുക്കളുടെ അല്ലെങ്കിൽ 2 ശരീരവും ഒരു മനസ്സുമായി നടക്കുന്നവരുടെ വേർപിരിയല പല മൂർച്ചയുള്ള മനസ്സുകളുടെയും മുനയൊടിക്കുന്നത്. ഇവിടെയും അത് സംഭവിക്കണം. നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ലിക്വിഡ് ശിവരാമകൃഷ്ണൻ റെസ്റ്റ് എടുക്കുന്ന റൂമിലെ AC-യിൽ ഫിറ്റ് ചെയ്യാം. ആ ലിക്വിഡ് ബോട്ടിൽ AC-യുടെ ലീഫിൽ ഫിറ്റ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിനകം മുറി നിറയെ അതിലടങ്ങിയിരിക്കുന്ന ഒരു സ്ലോ പോയ്സൺ ഗ്യാസ് വ്യാപിച്ച് ശിവരാമകൃഷ്ണന്റെ ശ്വാസം നിലയ്ക്കും. അതല്ലേ പ്ലാൻ? അത് ഞാൻ ഏറ്റു.